പൗരത്വ നിയമ ഭേദഗതി വിജ്ഞാപനത്തിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധം ശക്തം. അസമിലെ ഗുവാഹത്തിയിൽ ഓൾ അസം സ്റ്റുഡൻസ് യൂണിയൻ പ്രവർത്തകർ വിജ്ഞാപനത്തിന്റെ പകർപ്പ് കത്തിച്ച് പ്രതിഷേധിച്ചു. പ്രതിഷേധത്തിനിടെ നാശനഷ്ടങ്ങൾ ഉണ്ടായാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഗുവാഹത്തി പോലീസ് മുന്നറിയിപ്പ് നൽകി. വിജ്ഞാപനത്തെ ഒറ്റക്കെട്ടായി എതിർക്കാൻ ഇന്ത്യ സഖ്യം തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാർ നടപടിയെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ആരോപിച്ചു. दिसंबर 2019 में ये कानून बना, ये बिल पास हुआ लोकसभा में, राज्यसभा में। 9 एक्सटेंशन मांगा सुप्रीम कोर्ट से मोदी सरकार ने और 4 साल 3 महीने लगाए हैं। ये रूल्स कल रात को घोषित किए गए हैं। ये तो बिल्कुल पोलराइज करने के लिए है ना, सामाजिक ध्रुवीकरण के लिए है, पश्चिम बंगाल और असम के चुनाव को प्रभावित करने के लिए है। अगर वो ईमानदारी से ये करते तो ये पहले 2020 में क्यों नहीं लाए? പൗരത്വത്തിന്റെ മാനദണ്ഡം മതമാകുന്നത് ഭരണഘടനാ വിരുദ്ധമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രതികരിച്ചു. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കില്ലെന്ന് MK രാഘവൻ MP. ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയുള്ള ഒരു അടവ് നയമാണ് ഈ പൗരത്വ നിയമം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് എല്ലാവർക്കും അറിയാം, ഇത് തീർത്തും രാഷ്ട്രീയമാണെന്നറിയാം. പക്ഷെ അതിശക്തമായി എതിർക്കുന്നത് മാത്രമല്ല, ഇവിടെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഈ നിയമം ഞങ്ങൾ വലിച്ചെറിയും, തർക്കം വേണ്ട. കടലിൽ താഴ്ത്തും ഈ നിയമം, ഒരു സംശയം നമുക്ക് വേണ്ട. വിജ്ഞാപനത്തെ DYFI നിയമപരമായി നേരിടുമെന്ന് AA റഹീം. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ അപ്പോഴും ഇപ്പോഴും DYFI ശക്തമായ സമരമുയർത്താനുള്ള പ്രധാന കാരണം പൗരത്വത്തിന് മതം മാനദണ്ഡമാകരുത്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെ തകർക്കുന്നതാണ്. വരും ദിവസങ്ങളിലും പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാനുള്ള ഈ നീക്കത്തിനെതിരെ, ഈ ഡിവൈസീവ് പൊളിറ്റിക്സിനെതിരെ ശക്തമായ പ്രതിഷേധം DYFI ഉയർത്തുമെന്നുള്ളതാണ് ഒന്നാമതായി പറയാനുള്ളത്. രണ്ടാമത്, ഇതോടൊപ്പം തന്നെ നിയമവിദഗ്ധരുമായി ചർച്ച ചെയ്ത് സുപ്രീം കോടതിയെ സമീപിക്കുന്നതിന് DYFI ആലോചിക്കുന്നുണ്ട്. നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്ത് LDFും UDFും പ്രതിഷേധം സംഘടിപ്പിക്കും. നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് LDF ഇന്ന് രാവിലെ 11 മണിക്ക് പ്രതിഷേധ റാലി സംഘടിപ്പിക്കും. കോൺഗ്രസ് മണ്ഡലം തലത്തിലും പ്രതിഷേധ പ്രകടനം നടത്തും. R അച്യുതനും R രാധാകൃഷ്ണനുമാണ് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ആദ്യം R രാധാകൃഷ്ണനിലേക്ക്. രാധാകൃഷ്ണൻ, വലിയ പ്രതിഷേധമാണ് ഈ ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വന്നതോടെ രാജ്യത്തുള്ളത്, പ്രത്യേകിച്ചും വടക്ക് കിഴക്കൻ മേഖലയിൽ. എന്താണ് BJP ഇതിനെ പ്രതിരോധിക്കാനായി കാണുന്നത്? വേണു, ഈ പ്രതിഷേധത്തിന് സമാനമായിട്ട് ഈ പ്രഖ്യാപനത്തെയും ഇതുണ്ടാക്കുന്ന അന്തരീക്ഷത്തെയും രാഷ്ട്രീയമായിട്ട് മുതലെടുക്കാനാണ് BJP ഇപ്പോൾ ശ്രമം തുടങ്ങിയിരിക്കുന്നത്. സംഘപരിവാർ സംഘടനകൾ, പ്രത്യേകിച്ച് BJPയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് സംഘപരിവാർ സംഘടനകളുടെ പിന്തുണ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അവർ ലക്ഷ്യമിടുന്ന 400 മുകളിലേക്ക് സീറ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് പോകണമെങ്കിൽ ഈ അടിത്തട്ടിലുള്ള പ്രവർത്തനം BJPക്ക് അനിവാര്യമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ട്. പല മേഖലകളിലും, പ്രത്യേകിച്ച് ഈ മധ്യപ്രദേശ്, രാജസ്ഥാൻ അടക്കമുള്ള പല സ്ഥലങ്ങളിലും ഈ സംഘടനാപരമായിട്ട് ഈ RSSുമായിട്ട് ചില ഭിന്നതകൾ BJPക്കുണ്ട്. നിലവിലുള്ള സാഹചര്യം ഇത് മറികടക്കാൻ, അഥവാ ഈ ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ചതോടെ അത് മറികടക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് BJP നേതൃത്വത്തിന് ഉള്ളത്. ഇന്ന് അടക്കമുള്ള സമയങ്ങളിൽ ഈ നടക്കുന്ന പ്രതിഷേധ പരിപാടികൾക്ക് സമാന്തരമായിട്ട് ആഘോഷ പരിപാടികൾ അടക്കം പല മേഖലകളിലും BJPയും സംഘപരിവാർ സംഘടനകളും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ഉള്ള ഗുണം രാഷ്ട്രീയമായിട്ട് തങ്ങൾക്ക് ലഭിക്കും. അഥവാ 2019 പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കി എന്ന പ്രചരണം, അത് തങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യും എന്ന വിലയിരുത്തലാണ് BJPക്ക് ഉള്ളത്. എല്ലാ ഇടങ്ങളിലും ഇതിന് അനുബന്ധമായിട്ടുള്ള പ്രചരണ പരിപാടികൾ നടത്തും. ഈ നിയമം ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് എതിരല്ല, മറിച്ച് നിലനിന്നിരുന്ന നിയമത്തിലെ കാതലായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടാണ് ഇതുവഴി ശ്രമിച്ചിരിക്കുന്നത് എന്ന വിലയിരുത്തലായിരിക്കും BJP അടുത്തട്ടിൽ പ്രചരണം നടത്തുക. പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഈ വിഷയത്തിൽ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കുന്ന പ്രചരണ പരിപാടികളിൽ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വരും എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി ഇന്ന് ഗുജറാത്തിലാണ് ഉള്ളത്. വിവിധ വികസന പദ്ധതികളൊക്കെ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. സമാനമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലും അദ്ദേഹം നിലപാട് വ്യക്തമാക്കും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരുള്ളത്. രാധാകൃഷ്ണൻ, പക്ഷേ ഒരു എതിർ ധ്രുവീകരണത്തിന്റെ സാധ്യതകൾ, അത് ഉയർത്തുന്ന വെല്ലുവിളികൾ, അതിനെ എങ്ങനെയാണ് കാണുന്നത് BJP?
BJPയെ സംബന്ധിച്ച് നിലവിലുള്ള സാഹചര്യത്തിൽ ചില വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക എന്നത് ഒരു അനിവാര്യമായിട്ടുള്ള ഘടകമായി മാറിയിരുന്നു. ഈ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് ശേഷം ഉണ്ടായിരിക്കുന്ന അന്തരീക്ഷം അതിന് ചില തിരിച്ചടികൾ കൂടി BJPക്ക് ഉണ്ടാകുന്ന വിധത്തിൽ, പ്രത്യേകിച്ച് ഇലക്ട്രൽ ബോണ്ട് അടക്കമുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. ഈ ഇപ്പോൾ ഉണ്ടാകുന്ന ധ്രുവീകരണം അഥവാ ഈ CAAക്ക് CAA തടയണമെന്ന് ആവശ്യപ്പെട്ട് ഉയരുന്ന എതിർ അഭിപ്രായം അത് തങ്ങൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഷ്ട്രീയമായിട്ട് വലിയ പ്രശ്നം സൃഷ്ടിക്കില്ലെന്നാണ് BJP കരുതുന്നത്. കാരണം ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ കോൺഗ്രസ് അടക്കമുള്ള പ്രധാനപ്പെട്ട പാർട്ടികളൊന്നും കർശനമായിട്ടുള്ള നിലപാടുമായി ഈ CAAക്ക് എതിരായിട്ട് രംഗത്തെത്തുമെന്ന് BJP കരുതുന്നില്ല. ഈ ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അവർ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയും അവസാന മണിക്കൂറുകളിൽ ഈ CAA പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ടുള്ള ചട്ടങ്ങൾ പ്രസിദ്ധീകരിക്കാനായിട്ടുള്ള നടപടികൾ പൂർത്തിയാക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തത്. വേണം രാധാകൃഷ്ണൻ, ഈ മുത്തലാഖിന്റെ കാര്യത്തിലൊക്കെ വളരെ ശക്തമായി മുസ്ലിം വിഭാഗത്തിലെ സ്ത്രീകളുടെ രക്ഷകനായി മോദി സ്വയം അവതരിപ്പിച്ചിരുന്നു. അതേസമയം ഈ CAA ഒക്കെ വരുമ്പോൾ ഏറ്റവും ശക്തമായ പ്രതിഷേധം ഷഹീൻബാഗിൽ കണ്ടത് മുസ്ലിം വനിതകളുടെ നേതൃത്വത്തിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മേൽക്കൈ നഷ്ടപ്പെടും ഈ വിഷയത്തിലൂടെ എന്ന് കരുതുന്നുണ്ടോ BJPയുടെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ? പ്രത്യേകിച്ചും ഈ സ്ത്രീകളുടെ പിന്തുണ കിട്ടേണ്ടതുണ്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് എന്ന വിലയിരുത്തൽ അവർക്കുള്ള ഘട്ടത്തിൽ. വേണു, ഇതുമായി ബന്ധപ്പെട്ട് ചില BJPയുടെ മുതിർന്ന നേതാക്കളുമായിട്ട് സംസാരിക്കാനായിട്ട് നമുക്ക് സാധിച്ചിരുന്നു. അവർ പറയുന്നത് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു തിരിച്ചടി അഥവാ 2019 കണ്ട വിധത്തിലുള്ള ഒരു പ്രക്ഷോഭം ആ വിധത്തിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്നുള്ളതാണ്. കാരണം അടിത്തട്ടിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ പ്രചരണങ്ങൾ നടത്താനായിട്ട് ഇക്കാലയളവ് കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകില്ല. അഥവാ ഏതെങ്കിലും വിധത്തിലുള്ള എതിർ ശബ്ദങ്ങൾ ഉണ്ടായാലും കൃത്യമായിട്ടുള്ള പ്രചരണം വഴി അതിനെ നേരിടാനായിട്ട് തങ്ങൾക്ക് സാധിക്കും എന്നാണ് അവർ പറയുന്നത്. ഈ സ്ത്രീകളുടെ കാര്യത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനം ഒരുപക്ഷെ നാളെ ഉണ്ടാകും. അത് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വനിതകൾക്ക് അടക്കം അവരുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ അടക്കം ആയിരിക്കും ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അത് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിലവിലുള്ള സാഹചര്യത്തെ നേരിടാം അഥവാ പ്രതിഷേധങ്ങളോ പ്രതിരോധങ്ങളോ ഉണ്ടായാൽ പോലും അതിനെ നേരിടാം എന്നൊരു വിലയിരുത്തലിലാണ് BJP നേതൃത്വമുള്ളത്. ശരി, ആർ രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ആർ അച്യുതനും ഡൽഹിയിൽ നിന്ന് ചേരുന്നു. അച്യുതൻ, അസമിൽ ഉൾപ്പെടെ എവിടെയൊക്കെയാണ് പ്രതിഷേധം ശക്തമായിരിക്കുന്നത്? വീണ്ടും ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി പ്രതിഷേധങ്ങൾ രാജ്യത്ത് ഉടനീളം ഉടലെടുക്കുകയാണ്. അസാമിൽ ഓൾ ആസാം സ്റ്റുഡൻസ് യൂണിയന്റെ പ്രവർത്തകരാണ് ഇന്നലെ ഈ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പകർപ്പ് കത്തിച്ചുകൊണ്ട് പ്രതിഷേധിച്ചത്. ഒപ്പം അസം പോലീസ് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി. അതായത് ആരെങ്കിലും നിയമലംഘനം നടത്തി നാശനഷ്ടങ്ങൾ പൊതുമുതലടക്കം നശിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നാൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് അസം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് നൽകിയത്. എന്തായാലും അത്തരം കാര്യങ്ങളിലേക്ക് പ്രതിഷേധം കടന്നിട്ടില്ല. മറിച്ച് ഡൽഹിയിലേക്ക് വരുമ്പോഴും ഇന്നലെ രാത്രിയോടുകൂടി JNU ക്യാമ്പസിനുള്ളിലും ജാമിയ മിലിയ ക്യാമ്പസിനുള്ളിലും ഈ സമാനമായ രീതിയിൽ പ്രതിഷേധങ്ങൾ നടന്നു. അതായത് ഈ പകർപ്പുകൾ കത്തിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധിച്ചത്. ഇന്നത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ ഇന്ന് MSF ഈ വിഷയത്തിൽ രാജ്യവ്യാപകമായി ക്യാമ്പസുകളിൽ പ്രതിഷേധം നടത്തുമെന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ഇന്ന് ഡൽഹിയിലും ഈ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും MSF അറിയിച്ചിട്ടുണ്ട്. അതിന് സമയം നിശ്ചയിച്ചിരിക്കുന്നത് ഇന്ന് വൈകിട്ട് 3 മണിക്കാണ്. വൈകിട്ട് 3 മണിക്ക് ഇതിനെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഡൽഹിയിൽ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷങ്ങളിലേക്ക് കടക്കാതിരിക്കാൻ ഒരു മുൻകരുതൽ നടപടി എന്നോണം സേനകളെ കൂടുതലായി വിന്യസിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ഫ്ലാഗ് മാർച്ച് അടക്കം സംഘടിപ്പിച്ചിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ഒരു സമരം കൈവിട്ടു പോകാത്ത രീതിയിൽ അതൊരിക്കലും ഒരു സംഘർഷത്തിലേക്ക് കടക്കാതിരിക്കുവാനുള്ള മുൻകരുതൽ അത് പോലീസിന്റെ ഭാഗത്ത് നിന്നും സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പൗരത്വ ഭേദഗതിക്കെതിരെ ശക്തമായ സമര രീതികളിലേക്ക് അല്ലെങ്കിൽ സമരങ്ങളിലേക്ക് കൂടിയാണ് രാജ്യം കടക്കുന്നത്. വേണു. ശരി, ആർ അച്യുതനും ആർ രാധാകൃഷ്ണനുമാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്.